നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ മലയാളി ബാലികയുടെ കേസ് നാട്ടിലെത്തിക്കാനാകാതെ 2 മാസമായി തന്നെ മോർച്ചറിയിലായ ബാലികയുടെ വാർത്ത ഒത്തിരിയേറെ ദുഃഖം പകരുന്നതായിരുന്നു. അതിനു പിന്നാലെ പിന്നിലേക്കെടുക്കുകയായിരുന്ന കാറിടിച്ച് UAEയിൽ 4 വയസ്സുകാരി മരിച്ചു എന്ന വാർത്തയും ദുബായിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ബാലികയ്ക്കൊപ്പമുണ്ടായിരുന്ന അമ്മയ്ക്ക് പരിക്കേറ്റതായും വാർത്ത വരുന്നുണ്ട്. ദുബായിലെ ജബൽ അലിയിൽ സ്കൂളിന് സമീപത്തായിരുന്നു ദാരുണമായ ഈ സംഭവം അരങ്ങേറിയിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം 3:40 അപകടത്തെ സംബന്ധിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചതെന്ന് ജബൽ അലി പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ ഡോക്ടർ ആദിൽ അൽ സുവൈദി വ്യക്തമാക്കുകയുണ്ടായി. ആഫ്രിക്കക്കാരിയായ ഒരു സ്ത്രീ ഓടിച്ചിരുന്ന കാറാണ് ഇത്തരത്തിൽ അപകടമുണ്ടാക്കിയത്. കാർ പിന്നിലേക്ക് എടുക്കുന്നതിനിടെ ബ്രേക്കിന് പകരം അബദ്ധത്തിൽ ആക്സിലേറ്ററിൽ ചവിട്ടുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ അതിവേഗത്തിൽ പിന്നിലേക്ക് കുതിച്ചു വന്ന വാഹനം അമ്മയെയും കുഞ്ഞിനെയും ഇടിച്ചിടുകയാണ് ഉണ്ടായത്. അപകടമുണ്ടാക്കിയ കാറിന്റെയും നിർത്തിയിട്ടിരിക്കുകയായിരുന്ന മറ്റൊരു കാറിന്റെയും ഇടയിൽപ്പെട്ട് ചതഞ്ഞാണ് കുട്ടി മരിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം. അമ്മ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. സമീപം പാർക്ക് ചെയ്തിരുന്ന മറ്റ് 3 കാറുകൾക്കും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിൽ ഇന്ത്യൻ ബാലികയുടെ ദാരുണമായ മരണം കാരണമായത്. അതേസമയം കുവൈറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണമടഞ്ഞ മലയാളി ബാലികയുടെ മൃതദേഹം 2 മാസമായിട്ട് നാട്ടിൽ കൊണ്ടുപോകാനോ സംസ്കരിക്കാനോ കഴിയാതെ മോർച്ചറിയിൽ തന്നെ കഴിയുന്ന ശോചനീയമായ അവസ്ഥയും നമ്മൾ പ്രവാസികൾ കണ്ടതാണ്. കുവൈറ്റിൽ നിന്നും നാട്ടിൽ എത്തിക്കാൻ കഴിയാത്തത് മാത്രമല്ല, കേസിലെ ദുരൂഹത നീക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. കഴിഞ്ഞ ഓഗസ്റ്റ് 26 ചെങ്ങന്നൂർ പുലിയൂർ പുരശ്ശേരി സ്വദേശി രാജേഷ് കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകളായ 9 വയസ്സുകാരി തീർത്ത അബ്ബാസിയയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ പുറത്തായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിപ്പോൾ പ്രവാസി ബാലിക മരണപ്പെടുന്നത് 2ാമത്തെ സംഭവമാണ്. അശ്രദ്ധ മൂലമാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.